പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമേലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസ് പറയുന്ന നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ, അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ. കർത്താവേ, Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to assemble holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു.
റോമിൽ 1 ഡേ റിട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട് ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റ്. ഈ മാതാവ് കൃപാശ്രമം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്ന എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10-100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനും ഈ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണനാണ് ഇതിൻ്റെ ഓർഗനൈസറായിരുന്നു. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. അച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെന്യുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെന്യുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ ശരിക്കും പറഞ്ഞാൽ? കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷം, ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. സെക്കൻഡ്, രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ
ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനച്ചോട് പറഞ്ഞ്, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ, അത് ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അസ്. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഈ അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരെ ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടേൻ? ഇല്ല, ഗംഗ പോകണ്ട, വിടമാട്ടേൻ എന്ന. അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്തു വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാദാനിയേൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. അസ്പേർ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണത്, അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപകം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക,
അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികതയിലില്ല. യു കാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരിക്കുന്നത്, ഞാനൊരു നഴ്സായതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ടൈം വിട്ട് എക്സ്ട്രാ വാർഡുകളിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ സഹായിക്കും. ഞങ്ങൾക്ക് അത്ര ലിമിറ്റേഷനുള്ളൂ. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ പത്രവിതരണം, പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒക്കെ പൊതിച്ചോറ് കൊണ്ടുപോലെ അങ്ങനെ അവർക്കൊക്കെ വിതരണം ചെയ്യലാണ് ചെയ്യാറ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു നഴ്സിംഗ് ഹോം പോലെ ഒരു പാവപ്പെട്ട അമ്മമാരും അപ്പന്മാരൊക്കെ ഉള്ളത്, അവർക്ക് നമ്മുടേതായ രീതിയിൽ വസ്ത്രങ്ങൾ കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലാണ്. പിന്നെ എൻ്റെ ഒരു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറ് കേട്ടോ. എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ കാലടി അടുത്തുള്ള കൈപ്പൂട്ടർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2019 ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ ആൻറ്റി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആൻറ്റിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാനപ്പോൾ OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്ക്, എന്തായാലും മാതാവ് നിന്നെ കൈവിടില്ല, നീ പാസ്സാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല. അതിനുശേഷം ഞാൻ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. 2 മൊഡ്യൂളും ഞാൻ ഫെയിലായിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് എഴുതി. 2-3 മാസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. ഞാനിരുന്ന് പഠിച്ചു. ഞാൻ എക്സാം എഴുതി. ഞാൻ വീണ്ടും ഫെയിലായി. അതിനുശേഷം പിന്നെ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ എക്സാം എഴുതണ്ട, ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോയിൻ ബാംഗ്ലൂർ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു. 1.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും OET ഞാൻ ട്രൈ ചെയ്തതാണല്ലോ, ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡ് അബുദാബിയിൽ എൽകോം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നല്ല വർക്ക് ലോഡും നല്ല മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല വർക്ക് ലോഡുള്ള കിട്ടുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇങ്ങനെ കുടുംബം വിട്ട് ഞാൻ എത്ര വർഷമായി തന്നെ നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കണം, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ ജീവിതം എന്നൊക്കെ എപ്പോഴും പറയായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞാനും അപ്പോൾ മാതാവിനെ വിളിച്ചപേക്ഷിച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അബുദാബിയിലേക്ക് പോയി, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതി. അതിന് ഞാൻ 2 മൊഡ്യൂൾ ഫെയിലായി. ഭയങ്കരമായ നിരാശ എനിക്ക് വന്നു. ഞാനപ്പോൾ കൺസീവായ സമയമായിരുന്നു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു.
നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെയും മമ്മിയോടും പറഞ്ഞു, ഹസ്ബൻഡിനോടും പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുതി നോക്കാം. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സെൻറ്ററിൽ ഞങ്ങൾ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. എക്സാം സെൻറ്ററിന് പുറത്തിരുന്ന് മമ്മി ഒരുപാട് പ്രാർത്ഥിച്ചു. മമ്മി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മമ്മി പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതിക്കോ, മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് നീ പോയി എക്സാം എഴുതിക്കോ, നീ പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ പോയി എക്സാം എഴുതി. ഞാൻ 1 മാർക്കിന് ഞാൻ പിന്നെയും ഫെയിലായി. 1 മാർക്കിന് ഫെയിലായ കാരണം എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ നിരാശപ്പെട്ടു. ഹസ്ബൻഡ് എന്നാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. പൈസ പോണത് പോട്ടെ, നീ എക്സാം എഴുതിക്കോ, ഇനി എഴുതിക്കോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതിക്കോ എന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ്. ഞാൻ അതിന് ശേഷം മമ്മിയോട് പറഞ്ഞു, ഇനി ഞാൻ എക്സാം എഴുതണില്ല, എനിക്ക് പറ്റില്ല എക്സാം എഴുതാൻ. ഇത്രയും പൈസ എല്ലാവർക്കും അറിയാമായിരിക്കും, 10,000-40,000 രൂപയാവും ഒരു പ്രാവശ്യം പോയിട്ട് എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഇത്രയും പൈസയും വേസ്റ്റ് ആവുകയാണ്, സമയവും പോവാണ്, എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും നോക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ട്രെയിനർ, OET ട്രെയിനർ എന്നോട് പറഞ്ഞു, ഒരെണ്ണം പോയാലും നമുക്ക് ക്ലബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റും. ഇയാളൊരു കാര്യം ചെയ്യ്, ഒരെണ്ണം മാത്രം. എനിക്ക് പോയത് റീഡിംഗ് ആയിരുന്നു, 340 ആയിരുന്നു, എനിക്ക് 350 വേണ്ട സ്കോറ്. ഞാനപ്പോൾ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച്, ഞാനപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഉടമ്പടി എടുക്ക്. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു, അവളെയും കൊണ്ട് ഇവിടെ വരാൻ, ഞങ്ങൾ ഒത്തിരി ദൂരത്തു നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്തിരുന്നു. ദിവസം പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കും, രാവിലെയും വൈകിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. എന്നെക്കൊണ്ടാവുന്ന വിധം എനിക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇടയ്ക്ക് എനിക്ക് തരുന്ന എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ ഞാൻ അത് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കുമായിരുന്നു മറ്റുള്ളവരെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെ മമ്മിയും മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞും. ഹസ്ബൻഡ് പുറത്താണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു 5 പേർക്ക് കൂടുതലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ പൊതിച്ചോറാക്കി റോഡരികിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചകളിലും. പത്രവിതരണം എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല കൊച്ചുള്ളത് കൊണ്ട്. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഞാൻ കൃപാസനം പത്രം ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നീട് ഞാൻ എക്സാം എഴുതി. മാം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് എക്സാം എഴുതി. ഞാൻ പിന്നെയും ഫെയിലായി. അതെൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയി എക്സാം എഴുതി. 6ാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ അപ്പോഴും ഞാൻ 340 തന്നെയാണ് സ്കോറ്. എനിക്ക് 350 കിട്ടുന്നില്ല. ഭയങ്കരമായി നിരാശയായി. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത്രയും പൈസയും കാര്യങ്ങളും പോണു, സമയവും പോണു, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് സ്വയം തോന്നി. ഞാൻ കാരണം എനിക്ക് ഭയങ്കര നിരാശയായി. അപ്പോൾ അന്ന് എക്സാം റിസൾട്ട് വന്നതെന്ന് ഞാൻ മുകളിൽ റൂമിൽ പോയിരുന്നു, ഒത്തിരി നോല് വിളിച്ചു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, പോയാൽ കുറച്ച് പൈസയിലേ പോണോളൂ, നീ ഇനി എഴുത്, എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ ധൈര്യത്തിൽ ഇരുന്നു. അന്ന് ആണ് എൻ്റെ ഹസ്ബൻഡ് എൽകോം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല വർക്ക് ലോഡൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു, അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ആൾക്ക് അവിടെ നിന്ന് മാറാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. വേറൊരു കമ്പനിയിലേക്ക് ഓഫർ വന്നു, അന്ന് തന്നെ ഓഫർ വന്നു. അപ്പോൾ ആൾ വിചാരിച്ചു, ഇപ്പം ഞാൻ എക്സാം പാസ്സാവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറില്ലായിരുന്നു. ഞാൻ അന്ന് ഫെയിലായതുകൊണ്ട് ആൾ ആ കമ്പനി റിസൈൻ ചെയ്ത് ഈ പുതിയ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് വേറൊരു കമ്പനിയിലാണ്. നല്ല മനസ്സമാധാനത്തിൽ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അന്ന് ഞാൻ ഫെയിലായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പറയും, ഒരുപക്ഷെ നീ ഫെയിലായില്ലെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യില്ലായിരുന്നു. അതിനുശേഷം ഞാൻ 7ാമത് വീണ്ടും ഞാൻ OET എക്സാം എഴുതി. ഒരു മൊഡ്യൂൾ മാത്രമാണ്, ഇൻഡിവിജ്വൽ മൊഡ്യൂൾ ഒരെണ്ണമായിട്ട് ഞാൻ എഴുതിയത്, റീഡിങ് മാത്രം. പക്ഷേ ആ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അതിന് മുന്നേ എഴുതിയത് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും പാസ്സാവും. പക്ഷേ 7ാമത് എഴുതിയ എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതിയത്.
ഞാൻ എക്സാം ടഫായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബുള്ളറ്റ് കറുപ്പിക്കില്ല, മാതാവ് കറുപ്പിച്ചോ. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ലാസ്റ്റത്തെ എനിക്ക് ഒരു 8-10 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പോലും സത്യം പറയാൻ എനിക്ക് എക്സാം ടഫായിരുന്നു, കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് മാതാവിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കറുപ്പിച്ചു. ആദ്യത്തെ എ പാർട്ട് 20 ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നി 5 എണ്ണമെങ്കിലും എൻ്റെ തെറ്റായിരിക്കും, 20 എണ്ണം ശരിയായാൽ മാത്രമാണ് നമുക്ക് 350 സ്കോർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഫെയിലാണ് എന്നുള്ള ചിന്തയിൽ ഞാനിരുന്നപ്പോൾ ഞാൻ മമ്മിയോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഞാൻ ഫെയിലാണെന്നുള്ള ചിന്തയിൽ ഞാനും ഇരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. എൻ്റെ റിസൾട്ട് കറക്റ്റ് 350 മാർക്ക് തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ ബൈബിളിൽ എഴുതി വയ്ക്കുമായിരുന്നു, എന്നെ മാതാവേ അടുത്ത പ്രാവശ്യത്തെ അറ്റംപ്റ്റിലെങ്കിൽ എന്നെ ഒന്ന് പാസ്സാക്കി തന്നെ അമ്മയെന്ന്.